ആദിവാസി വയോധിക മീനാക്ഷിയുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് കുടുംബം. വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിനുള്ളിലേക്ക് പോകുമ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം പതിവാണെന്നും കുടുംബം പറയുന്നു. തൃശൂർ വെള്ളിക്കുളങ്ങര ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മീനാക്ഷിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് അവർ കുടുംബാംഗങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം. അമ്മ, മീനാക്ഷി അമ്മേനെ ഇപ്പൊ കാണാതായിട്ട് ഇപ്പൊ എത്ര ദിവസമായിരുന്നു? 4 ദിവസമായി. 4 ദിവസം. 4 ദിവസം തിന്നാണ്ട് കുടിയാണ്ട് വെള്ളം കുടിയാണ്ട് ചായ കുടിയാണ്ട് മുറുക്കാണ്ട് പിടിയാണ്ട് ആള് പോയി കൊല്ലപ്പെട്ടു പോയി. ഇതിനു മുമ്പ് ഇങ്ങനെ കാട്ടിലേക്ക് അങ്ങനെ മുമ്പ് പോയിട്ടുണ്ടോ? ആളെ എപ്പോഴും പോകുന്നുണ്ട്. ഏകദേശം എത്ര വയസ്സുണ്ട് കറക്റ്റ്? വയസ്സായി. എത്ര വയസ്സുണ്ടാവും? 10, 70? 70 ഉണ്ടാവും. അപ്പൊ ഈ പ്രായത്തിലും കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാറുണ്ട്? ഞാനും ഒറ്റക്ക് തന്നെ പോയിട്ട് ഇഞ്ചി പറിച്ച് വരും, ചെണ്ണക്കോവ പറിച്ച് വരും, ഓരല പറിച്ച് വരും, പാടത്തേക്ക് ഒത്തി വരും. അങ്ങനെ എൻ്റെ ജീവിതം. മക്കളുണ്ട്, 4 മക്കള് ഒക്കെ കല്യാണം കഴിച്ചു. അല്ലേ, ഈ ഇങ്ങനെ പോകുമ്പോ ഇതിനു മുമ്പ് ആനകളെ വല്ലതും കണ്ടിട്ടുണ്ടോ? ആനയെ കാണും, നമ്മള് കണ്ടാലും നമ്മള് ആനയെ നമ്മള് കല്ലെടുത്ത് വീക്കില്ലല്ലോ. നമ്മുടെ മര്യാദക്ക് നമ്മള് തിരിഞ്ഞു പോകുള്ളൂ. ഞങ്ങളുടെ പുരുഷത്തിന് വേണ്ടി ഞങ്ങൾ കാട്ടിൻ്റെ ഉള്ളിൽ വനത്തിൽ ഞങ്ങൾ നിന്ന് കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞു. ഒച്ച എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ പോയ സ്ഥലത്തിൽ തന്നെ ഞങ്ങൾ ചണക്കുവ പറിക്കാൻ പോയപ്പോൾ തന്നെ ആനയെ കണ്ടു. ആനയെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഒച്ച എടുത്തു, മോളെ ഞങ്ങൾ താഴേക്ക് പോകണ്ട, നിങ്ങളുടെ നമുക്ക് വേഗം നമുക്ക് കുത്തിക്കൊണ്ട് നമുക്ക് പോവാം, 3 മണിയായി, നമുക്ക് ഇഞ്ചി വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പോവാം മോളെ എന്ന് പറഞ്ഞ് മരുമോളെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വന്നു. ഈ എങ്ങനെ ഇപ്പൊ മീനാക്ഷി അമ്മ കൊല്ലപ്പെട്ടത് എങ്ങനെ അറിഞ്ഞത്? അതല്ലേ ഞാൻ പറഞ്ഞ, എന്റെ മകൻ പോയിട്ട് കണ്ടെന്ന്. മകൻ ഫോറസ്റ്റിലാണോ വർക്ക് ചെയ്യുന്നത്? ഇവിടെ പറമ്പിക്കുളം വാച്ചർ. മകൻ എന്താ പറഞ്ഞതിപ്പോ? മകൻ ഇങ്ങടെ വിളിച്ചു പറഞ്ഞു, മീനാക്ഷിപ്പാട്ടിയും മരിച്ചു പോയെന്ന് പറഞ്ഞു. ആന ചവിട്ടിട്ടാണോ മരിച്ചെന്നാണോ? അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ കണ്ണിൽ കൂടി വെള്ളം വന്ന് കരഞ്ഞ്. വിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ, വന്നു സംഭവിച്ചത് സംഭവിച്ചു. മൃതദേഹം പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. KP ദിനേശ്, News 18, തൃശൂർ.